അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻ വീട് തറവാടിൻ്റെ വാതിലിൽ മുട്ടിയതാര്? ആയിഷമ്മ ആ വാതിൽ തുറന്നു നോക്കി. ആരാ? ഏ അത് ശരി, ഇങ്ങോട്ട് കേറിക്ക മോളെ. അത് മറ്റാരും ആയിരുന്നില്ല, അത് റാഹിലയായിരുന്നു. കരഞ്ഞുകൊണ്ടായിരുന്നു അവൾ പുത്തൻ വീട് തറവാട്ടിലേക്ക് കടന്നു വന്നത്. അല്ല മോളെ, എൻ്റെ പിള്ള മറ്റോളിവിടെ? ഷെറീന. ഷെറീനല്ലേ ഓളെ പേര്? ഓളെവിടെ? ഐഷുമ്മ. അതെ, എന്താ കുട്ടിയെ? ഏ ഈ നോമ്പുന്തലായിട്ട് എന്തിപ്പിച്ചിങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത്? പൈസക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ? അതിനിപ്പോൾ ഇവിടെ ഒന്ന് കരയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ കുടിക്കാൻ മോളെ? നുസിയേ ഉമ്മാൻ്റെ കുട്ടി ഓൾക്ക് കുടിക്കാൻ എന്തേ എടുത്തെടുത്ത? ആരും ഉമ്മ. എന്നാൽ ഷമ്മാസ് അപ്പുറത്തുനിന്ന് അത് കേൾക്കുന്നുണ്ട്. ആരാ? അതെ, ആ റായിലൊക്കെ ഇല്ലേ ഇവിടുത്തെ നമ്മളെ ജമീലത്താത്തന്നെ മരുവോളം അഞ്ചത്തിയാണ്. എന്തെങ്കിലും വിഷമം ഉണ്ടാവും, അതുകൊണ്ട് വന്നതായിരിക്കും. എന്നാൽ ഷമ്മാസിനത് കേട്ടപ്പോൾ ആകെ ടെൻഷനായിപ്പോയി. ഉമ്മ എത്ര കിട്ടിയാലും പഠിക്കില്ല, അല്ലെങ്കിൽ ഉമ്മ അറിയില്ലല്ലോ ഇത്. എന്തിനമ്മ വന്നത്? ഷമ്മാസ് അങ്ങോട്ടൊന്നും പോയില്ല. അപ്പോഴേക്കും നുസൈബ, ആ ഇത്ത പോരി. അവൾ പെട്ടെന്ന് ചായക്ക് വെള്ളം വെച്ചു. ചായ ഒന്നും വേണ്ട എനിക്ക്. എന്താ കുട്ടി എനിക്ക് മാണ്ടിയത്? എന്തേലും വിഷമം ഉണ്ടായോ? എന്തെങ്കിലും അസുഖമുണ്ടോ? എന്തേ? നല്ല രീതിയിൽ അതാ ഐഷുമ്മ പറയുകയാണ്. ഐഷുമ്മ, എന്നോട് പൊറുക്കണം ഐഷുമ്മ. എന്തേ? ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടതിൽ പിന്നെ എനിക്ക് ആകെപ്പാട് മനസ്സിക്ക് ടെൻഷനാണ്. അല്ല പെണ്ണെ, എന്താ എൻ്റെ കൈമലും മോത്തൊക്കെ വീങ്ങിക്കണല്ലോ? അതെ, ആങ്ങളെയും ജ്യേഷ്ഠത്തെയും എന്നെ ഉപദ്രവിച്ചതാണെന്ന് പറയുവാൻ അവൾക്ക് മനസ്സിലായിരുന്നു. അത് ഞാനൊന്ന് വീണുപോയി, അതാണ്. ഐഷുമ്മ, നിങ്ങളോട് പൊറുക്കണം ഐഷുമ്മ. ഞാൻ ഉസ്താദിൻ്റെ ആ പ്രഭാഷണം കേട്ടതിന് ശേഷം എനിക്ക് ആകെപ്പാട് ടെൻഷനാണ് ഐഷുമ്മ. നിങ്ങളോട് പൊറുത്തൻ. എന്തിനു കുട്ടിയെ? എന്തിനു പൊറുക്കണ്? ഞാൻ ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല, എന്നെ ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും എന്നെ മനസ്സുകൊണ്ടൊക്കെ അങ്ങനെ എന്തെങ്കിലും ആക്കിക്കണം, എനിക്കത് മനസ്സിലില്ല. ഒക്കെ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തിക്കണം, ആർക്കായാലും തന്നെ. അല്ല, എൻ്റെ ആളിപ്പോൾ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. എന്തപ്പോൾ? എന്നാലും ഐഷുമ്മ എന്നോട് പൊറുക്കണം. അത് സ്വർണത്തിൻ്റെ കാര്യം പറയണമെന്ന് അവൾക്ക് തോന്നി. ഐഷുമ്മ, ഞാൻ അറിയാതെ എന്തൊക്കെയോ ചെയ്തു പോയിട്ടുണ്ട്. അതൊക്കെ വല്ലാത്തൊരു പുതുമ തന്നെയാണ് ഇപ്പം ഇത്. എന്താ ഇപ്പം ഇത് കഥ? എന്ത് കാര്യത്തിനും മേൽ നമ്മൾ മോളെ ചെയ്തിക്കണമെങ്കിൽ നമുക്ക് പേടിച്ചേണ്ട ആവശ്യമുള്ളൂ. ചെയ്തില്ലെങ്കിൽ ഇപ്പം എന്താ? പഠിച്ചോൻ കാണുന്നുണ്ടല്ലോ. അല്ലുമ്മ, നാളെ നോമ്പ് തുടങ്ങല്ലേ. നോമ്പ് തുടങ്ങുമ്പോഴേക്കും എനിക്ക് നന്നാവണം. എനിക്ക് കുറച്ച് ഞാൻ ചെയ്ത തെറ്റ് കുറ്റങ്ങളൊക്കെ പൊറുക്കണം എന്നെനിക്ക് നന്നായിട്ട് ആഗ്രഹമുണ്ട്. ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ട് ഞാൻ കരഞ്ഞു പോയതാണ്. എനിക്ക് കഴിയണില്ല, ഞാൻ എന്താ ചെയ്യാന്ന്. എൻ്റെ പൊന്നാര മോളെ, ഇത് നുളോളിച്ചാതെ കാര്യം പറഞ്ഞു. നുസിയേ. ആ അപ്പോഴേക്കും അത് ആവശ്യമ്പോൾ തന്നെ ചായ ഒന്ന് ചൂടാറ്റി ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അതാണ് കുടിച്ചു കൂട്ടാ. ഇനിയിപ്പോൾ നാളെ ഇപ്പം നേരം വന്നാൽ ചിലപ്പം തരാൻ പറ്റൂലല്ലോ. നാളെ മറ്റന്നാൾ നോമ്പല്ല. ചിലപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നാളെ ഇക്കാരം. ഇനിയിപ്പോൾ മറ്റന്നാൾ ഇക്കാരം ചിലപ്പോൾ ഇവിടെ പറയാൻ പറ്റൂലേ. ഏതായാലും പിറവി കണ്ട നോമ്പായില്ലേ. എന്താ എനിക്ക് ഇനിയിപ്പോൾ നാളെ നേരം പറ്റൂലല്ലോ, നോൻപിറക്കാൻ വരികയുണ്ട്. ഐഷുമ്മ, ഞാൻ അറിയാതെ കുറേ തെറ്റ് കുറ്റങ്ങൾ ചെയ്തിക്കണം ഐഷുമ്മ, നിങ്ങളറിയാതെ. വല്ലാത്തൊരു പുതുമന്നത്. എന്നാൽ ഷമ്മാസ് അത് കേട്ടു. ഷമ്മാസിൻ്റെ മനസ്സിൽ ഒരു നിമിഷം ഒരു തോന്നലുണ്ടായി. റബ്ബേ, അതെ, സ്വർണം എടുത്ത കാര്യം അത് ഉമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഉമ്മ അത് പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്തു. ശരി തന്നെയാണ്. എന്നാൽ ആ സ്വർണം ഇവിടെ എത്തിച്ചത് നമ്മുടെ ഷെമിത്തയാണ്. പക്ഷേ ഇതിപ്പോൾ ഇവരിവിടെ വന്ന് കരഞ്ഞാൽ ഇത് ആകപ്പാടെ വഷളാവുമല്ലോ. ഷമ്മാസിന് എന്ത് പറയണമെന്നായിപ്പോയി. എന്നാൽ അവൾ റാഹിലെ കരയായിരുന്നു. ഐഷുമ്മ, ഞാൻ ഒരുപാട് തെറ്റ് കുറ്റങ്ങളൊക്കെ ചെയ്തിക്കണ്. എനിക്ക് നന്നാവണം തോന്നി. ഞാൻ വിചാരിക്കണം, എന്തിനാ റബ്ബേ ദുനിയാവിൽ ഇങ്ങനെ തെറ്റ് കുറ്റം ചെയ്ത് ജീവിച്ചിട്ട്. അള്ളാഹ് മരിക്കുകയാണെങ്കിൽ ഈമാനോടുകൂടി ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം ഐഷുമ്മ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇപ്പോൾ അല്ലടി, എന്തപ്പം എനിക്ക് മട്ടം പ്രശ്നം ഉണ്ടാകാൻ കാരണം എന്തേ ഇജ്ജുവിൻ്റെ താത്തേര് തെറ്റിയാ? ഒന്നും പറയണ്ട. എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഐഷുമ്മ, നിങ്ങളെ വീടിൻ്റെ പണിയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് തന്നതായിരുന്നു.
അതൊന്നും സാരമില്ല. അതേ ഷാമോനിപ്പോൾ ആളെ വിളിച്ചു. ഷാമോ ആളെ വിളിച്ച് കണ്ട ഒരൊറ്റ ദിവസം കൊണ്ട് മുഴുവനാണ് ക്ലീൻ ചെയ്തു. 5-6 ആൾക്കാരുണ്ട് വന്നു. 5-6 ആൾക്കാർ വന്ന് കാണ്ട് ഷാമോ പറഞ്ഞു ഒരു കുട്ടീനെയും വിളിച്ചണ്ട, നിങ്ങളും ഇടങ്ങാറാണ്ട. മാളിൻ്റെ മോളും അടിയിലും ഒന്നായിട്ട് തട്ടി കൊട്ടി മാറാലെ തട്ടി നല്ലോണം ഉരച്ച് കഴുകി വൃത്തിയാക്കി ഉള്ള ബാത്റൂമും ജനാലക്കമ്പിയും വാതിലും ഒക്കെ ഓരോ മെഷീൻ വെച്ച് കണ്ട് ഓരോന്ന് തോത്തി തൊടിച്ച് പേരങ്ങോട്ട് വെട്ടി തിളങ്ങുന്ന രീതിയിലാക്കിയിരിക്കണം. അതാ മറ്റേറ്റങ്ങളുണ്ടല്ലോ ഒരു വണ്ടിയിൽ ഇങ്ങോട്ട് വരുമല്ലോ, ഒരു ഒമ്നിയിലേ ഓല ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നാര ഷാമോൻ, അപ്പോൾ ഒരാളെ വിളിച്ച് നമുക്ക് എടുപ്പിച്ച ഷെറീനും റായിനും വരും എന്ന് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഷാമോൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരൊറ്റ ദിവസം കൊണ്ട് ഫുള്ള് പണി കഴിച്ചു തരാമെന്ന് കണ്ട് ഓല വന്ന് 5-6 ആൾക്കാരുണ്ട് വന്നു. ഞങ്ങളോടൊക്കെ ഒരു ഭാഗത്തേക്ക് നിൽക്കാനും പറഞ്ഞു. ഞങ്ങൾ വെച്ചുണ്ടാക്കി എന്നാൽ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ അപ്പോത്തിന് ഇവലെന്താട്ടി ഫുള്ളാണ്ട് ക്ലീൻ ചെയ്തു. എത്ര എളുപ്പം കൊണ്ട് വന്നോ, 5-6 റുപ്യ 5-8 റുപ്യായിട്ട് അയക്കണം തോന്നുന്നുണ്ട്. എന്നാലും ഇപ്പം എന്താ നമ്മളിപ്പോൾ അത് ഒരാളെ വിളിച്ചാണെങ്കിൽ കുറേ മെനക്കെട. ഇത് ആണുങ്ങളാകുമ്പോഴേ അതിൻ്റെ മേലെ പെരൻ്റെ മേലെ വാർപ്പിൻ്റെ മേലെ ചോട് വരെ ഒരച്ച് കഴുകി വൃത്തിയാക്കിക്കണം. അത്രയും ബൗസാക്കി പെയിൻറ്റും കൊടുപ്പിച്ചു ഓലക്കൊണ്ട് തന്നെ. അങ്ങനെയാണ് പോയിക്കണത്. എങ്ങനെയുണ്ട് ഐഷുമ്മ? വരണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. സാരല്ലേ, ആ കാര്യത്തിലൊന്നും ഒരു വിഷമം വേണ്ട. എൻ്റെ ഷാമോൻ പറഞ്ഞോട്ടെ, എന്തിനാ അമ്മ പണിയെടുക്കാൻ ഒരാൾ? അതിനിപ്പോൾ മെഷീനും കാര്യങ്ങളും ആൾക്കാരും ഇല്ലേ? ഇനിയിപ്പോൾ 1-2 ആഴ്ച കൂടുമ്പോൾ ഒന്നുകൊണ്ട് വിളിച്ചാൽ തന്നെ ഒരു നല്ലോണം ക്ലീനാക്കി പോകും. അല്ലാതെ ഇപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ തന്നെ പണിയെടുക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എൻ്റെ ഷമ്മാസ് എപ്പോഴും ഇത് പറയും. അപ്പോഴേക്കും അവൾക്ക് ചായ നൽകുന്ന മോളെ ചായ കുടിച്ചോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷെറീനാക്ക് സ്നേഹത്തോടെ ആയിഷുമ്മ ചായ കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഷെറീനയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. പാവ ഇത്രയും സ്നേഹമുള്ളൊരു ഉമ്മാനാണല്ലോ ഞങ്ങൾ പറ്റിച്ചെന്ന് ഇവിടുന്ന് സ്വർണ്ണമൊക്കെ കൊണ്ടുപോയത്. അത് ഇനിയും പറ്റിക്കാൻ നിൽക്കുകയായിരുന്നല്ലോ. ഭാഗ്യത്തിന് ഉസ്താദിൻ്റെ റമദാന് മുമ്പത്തെ പ്രഭാഷണം എൻ്റെ മനസ്സിലാണ് തട്ടിയത്. റബ്ബേ, അല്ലടി എന്ത് എന്നെ മൂത്തൊക്കെ ഒരു തണുപ്പൊക്കെ നല്ലോണം ഇങ്ങോട്ട് ചേർത്തും ചെയ്തിക്കണല്ലോ. അതെന്തിയേ? അതുമ്മ സാരൊന്ന് ചൂടുവെള്ളം പിടിച്ചെന്നെ ഞാൻ. അതൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ റാഹിലയെ കണ്ടതും ശരിക്കും ഉമ്മാക്ക് സ്വന്തം മക്കളെ പോലെ തന്നെ അവളോടും സ്നേഹം തോന്നാണ്. എന്നാൽ സ്വർണത്തിൻ്റെ കാര്യം ഐഷുമ്മയോട് തുറന്ന് പറയണം എന്ന് വിചാരിക്കുകയാണ്. എന്നാൽ ഈ സമയം ഷമ്മാസിന് മനസ്സിനുള്ളിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം ഇതുവരെ അത് തുറന്നു പറഞ്ഞിട്ടില്ല. തുറന്നു പറഞ്ഞ് ഉമ്മാനെ വെറുതെ വിഷമിപ്പിക്കണ്ടല്ലോ, ഇതുവരെ എന്ത് മറച്ചു വെച്ചു എന്ന് ചോദിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഷമ്മാസിൻ്റെ മനസ്സിൽ ചെറിയൊരു ചിന്തയുണ്ടായിരുന്നു, പേടി, ഭയം. എന്നാൽ അപ്പോൾ തന്നെ റാഹില അവിടുത്തെ ജോലികളിലെല്ലാം ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഉമ്മ ഇതിക്ക് എന്താ, ഞാൻ എന്ത് ചെയ്തിട്ട് നിങ്ങൾക്കിത് മീൻ മുറിക്കട്ടെ? ഞാൻ പൊന്നാര മോളെ ഇപ്പം അതിനൊന്നും നിൽക്കണ്ടജ്. അല്ലമ്മ ഞാൻ മീൻ മുറിച്ചോളാം. അവൾ പെട്ടെന്ന് കത്തിയെടുത്ത് മീൻ മുറിക്കാനൊക്കെ നിൽക്കുമ്പോൾ ഷമ്മാസ് അതുവഴി വന്നു. ഷമ്മാസിനെ കണ്ടതോ റാഹില പെട്ടെന്ന് എഴുന്നേറ്റു. ഞാൻ റാഹില. ഷമ്മാസ് നേരെ റാഹിലയുടെ മുമ്പിലേക്ക്. നീ ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ അമ്മയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഷമ്മാസ്ക പ്ലീസ്, നിങ്ങൾ എൻ്റെ മാനം രക്ഷിക്കണം. ഞാൻ ഒരിക്കൽ പോലും ഇനി ഒരു തെറ്റും ചെയ്യില്ല. നിങ്ങൾ ഒരിക്കലും ഞാൻ ചെയ്യില്ല. അതെ, ഒരു കുറച്ച് കാലം ഞാൻ ചെയ്തു എൻ്റെ ഏട്ടത്തിയുടെ ഇതുകൊണ്ട്. ഇനി ഞാൻ ചെയ്യില്ല. ദയവായി ഇനി നിങ്ങൾ എന്നെ ശിക്ഷിക്കരുത്. ഐഷമ്മയോട് പറയരുത്. നിങ്ങളായിട്ട് എനിക്ക് പൊരുത്തപ്പെട്ട് തന്നാൽ മതി. അത് എന്തപ്പോൾ ഇങ്ങനെ ഓരോ ഉപദ്രവം ചെയ്തിട്ട് പിന്നെ പൊരുത്തപ്പെടുക വെച്ചാൽ അത് നടക്കുന്ന സംഗതിയല്ലല്ലോ. ഷമ്മാസ്ക പ്ലീസ്, നിങ്ങൾക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്തുതരാം. ഇവിടുത്തെ എല്ലാ ജോലികളും ഞാൻ എടുത്ത് ഇവിടെ ഞാൻ ജോലിക്കാരിയായി നിന്നോളാം. അതൊന്നും വേണ്ട. ഞാൻ പ്ലീസ് നിങ്ങളെന്നെ രക്ഷിക്കണം. സ്വർണ്ണം ഒരിക്കൽ പോലും ഞങ്ങൾ തിരഞ്ഞ് മടുത്തതാണ്. തിരഞ്ഞ് മടുത്ത് വീട് മൊത്തം ഞങ്ങൾ കിളച്ച് നോക്കി. പോലീസ് ഞങ്ങളെ കൊണ്ട് കളപ്പിച്ചതാണ് ഒരുപാട്. പക്ഷേ കിട്ടിയിട്ടില്ല. കിട്ടിയ എന്തായാലും ഞാൻ കൊണ്ടുവന്ന് തരും. അതുവരെ ഐഷുമ്മ അറിയരുത്, എനിക്ക് പേടിയാണ്. എന്നാൽ ഷമ്മാസിന് കാര്യങ്ങൾ മനസ്സിലായി. അവർക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതായത് സ്വർണം കിട്ടിയ കാര്യം അവരിതുവരെ അറിഞ്ഞിട്ടില്ല. സെമീറത്താക്ക് സ്വർണം കിട്ടിയതും കൊണ്ടുവന്നു. തൽക്കാലം അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്നാൽ ഷമ്മാസ് അവരോട് പറഞ്ഞു, അതെ നല്ല രീതിയിലാണെങ്കിൽ നല്ല രീതിയിൽ പോകാം. അതല്ല വിലങ്ങനെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വിലങ്ങനെ ആയിരിക്കും. നല്ല രീതിയിൽ സത്യസന്ധമായ രീതിയിൽ ജീവിച്ചോളൂ. എന്തിനാണ് കുറേയൊക്കെ
നമുക്ക് പഠിച്ച റബ്ബ് ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉമ്മ എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്ന ആളാണ്. നമ്മൾ വെറുതെ മോഷ്ടിക്കാൻ ഇതിന് നിൽക്കേണ്ട ആവശ്യമില്ല. ഷമ്മാസ്ക പ്ലീസ് ക്ഷമിക്കണം, നിങ്ങളിത് ആരോടും പറയരുത് ഷമ്മാസ്ക. എനിക്ക് അത്രക്കും സങ്കടം കൊണ്ടാണ്, പറഞ്ഞു പോരുത്. കിട്ടിയാൽ എന്തായാലും ഞാൻ കൊണ്ടുവന്ന് തരും. ഒരു 5 പൈസ ഞാൻ ഇതിൽ നിന്ന് എടുക്കില്ല എന്ന് ഷമ്മാസിന് കാര്യങ്ങൾ മനസ്സിലായി. നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അപ്പുറത്തേക്ക് പോയി. ഒരു നിമിഷം ഷമ്മാസ് ചിന്തിച്ചു, പഠിച്ചോനെ ഏതായാലും അവൾ നല്ലോണം പേടിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വർണ്ണം അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ സ്വർണ്ണം എപ്പോഴോ ഇവിടെ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് പള്ളി പണി തുടങ്ങിക്കഴിഞ്ഞു. തൽക്കാലം അത് അവർ നിന്നോട്ടെ. മറ്റെന്താന്ന് വെച്ചാലേ അതൊക്കെ കിട്ടി എങ്ങനെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാലേ മറ്റോളെ നേർക്കെടുക്കും. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. അങ്ങനെ എന്നാൽ അവൾ കണ്ണീരോടെ മീനെല്ലാം മുറിച്ചു കഴിഞ്ഞ് നന്നായിട്ട് കഴുകി അകത്തേക്ക് വരുമ്പോഴും അവൾ കരയുകയായിരുന്നു. റായില, എന്തിനാ അഞ്ച് ഇത്ര മാത്രം വിഷമിക്കണേ? ആയിഷുമ്മ, എനിക്ക് എൻ്റെ ഉമ്മാനെ കാണാൻ പോകണം. എനിക്ക് എൻ്റെ ഉമ്മാനെ കാണാൻ. നിങ്ങളെ ഉമ്മാനെ വൃദ്ധസദനത്തിലാക്കിയെന്നൊക്കെ അല്ലേ പറഞ്ഞു കേട്ടീനോ? ഏതോ സെമീറയും ഉസ്താദും കൂടെ ഒക്കെ അല്ലേ പോയി നോക്കീനോ? ഉമ്മ, എൻ്റെ ഉമ്മാൻ്റെ മരുമകളായിരുന്നു അവൾ. എന്നിട്ട് പോലും അവളാണ് പോയി നോക്കിയത്. ഞങ്ങളിതുവരെ പോയിട്ടില്ല. പിന്നെ ഉസ്താദ് പറഞ്ഞില്ലേ ഉമ്മാരോടൊക്കെ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടിപ്പിച്ചാളീന്ന്. എന്നാൽ വേഗം പൊയ്ക്കോളി. എന്നാൽ ഉച്ചക്കത്തെ ചോറ് നിന്നാണ്ട് പോകാം കേട്ടാ. അപ്പോൾ തന്നെ ആയിഷുമ്മ അതാ മീനെടുത്ത് മുളകിടാൻ വേണ്ടി നിൽക്കുന്നു. ഉമ്മ, ഞാൻ മുളകിട്ടുള്ള വേണ്ടടി. എൻ്റെ ഷാമോൻക്കേ ഞാൻ ഉണ്ടാവും എൻ്റെ കൈ കൊണ്ട് വെച്ചൊരു പൂജയാണ്. എന്നോട് പറയും ഉമ്മ വെക്കുന്നുണ്ട്, ഉമ്മ മീൻകറിയൊക്കെ വെച്ചോളി, മറ്റേ എനിക്കൊരു ഇഷ്ടം കിട്ടണില്ല അങ്ങനെയൊക്കെ പറയും. ഞാൻ വെച്ചോളാം. ഓനക്ക് നല്ലോണം ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുകാണ് നല്ല മട്ടത്തിന് വാട്ടിക്കാണ്ടൊക്കെ അങ്ങനെയൊക്കെ നല്ല കുറച്ച് കുറുന്നനൊക്കെ മുളകിടണം. അത് വലിയൊരു തൃപ്തിയാണ്. ചിലപ്പോൾ മാങ്ങ ഇട്ടാലും കുഴപ്പമില്ല, മാങ്ങ അല്ലെങ്കിൽ കുടമ്പുളിയൊക്കെ ഓന് വലിയ തൃപ്തിയാണ്. പച്ചാങ്ങട്ട് മീൻ മുളകിട്ടാൽ വലിയ രസമാണ്. മത്തിയൊക്കെ എന്നറിയും, ഇത് നല്ല കുഞ്ഞമ്മത്തിയാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും. അത് ഞാൻ വെച്ചോളടി. പറമ്പിൽ നിന്ന് ഒരു മാങ്ങ എനിക്ക് വെക്കുന്നുണ്ട്, ഒന്ന് പൊട്ടിച്ച് കൊടുന്നാളാ. അപ്പോൾ തന്നെ അവൾ അപ്പുറത്തേക്ക് എത്തി. നല്ല പച്ചമാങ്ങ നിറയെ ഉണ്ട് മാവിൽ. അതിൽ നിന്ന് 2 മാങ്ങ അവൾ തോട്ടിക്കൊണ്ട് പൊട്ടിച്ചെടുത്തു. എന്നാൽ ഷമ്മാസ് അത് കാണുന്നുണ്ടായിരുന്നു. അല്ല, ഇതിപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാനുള്ള പുറപ്പാടാണോ? മറ്റവളേതായാലും കാണുന്നില്ല. എന്തോ അറിയില്ല, ഇവളുടെ മുഖത്ത് നോക്കിയിട്ട് എന്തൊക്കെയോ ഒരു തെറ്റിൽ നിന്നൊക്കെ പിരിഞ്ഞു പോരുന്ന പോലെയൊക്കെ ഉണ്ട്. ഷമ്മാസ് മുകളിലത്തെ റൂമിൽ നിന്ന് അവൾ മാങ്ങ പറിക്കുന്നത് കാണുന്നു. സത്യം പറഞ്ഞാൽ റാഹിലയെ ഷമ്മാസ് നോക്കുന്നത് മറ്റൊന്നുകൊണ്ടും അല്ല. റബ്ബേ, വലിയ ക്രിമിനലാണ്, ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടിട്ട് അല്പം കണ്ണുനീരൊക്കെ വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അറിയില്ല റബ്ബേ, എല്ലാ ചതിയിൽ നിന്നും നീ കാക്ക്. പക്ഷെ വീട്ടിൽ നിൽക്കുന്ന പണി അത് വേണ്ട. ഷമ്മാസ് മാളികയുടെ മുകളിൽ നിന്ന് അവൾ മാങ്ങ പറിക്കുന്നു നോക്കി നിന്നു. അവൾ മാങ്ങയുമായി നേരെ അതാ ഉമ്മയുടെ അടുത്തേക്ക്. എന്നാൽ ഷമ്മാസിന് സമാധാനം ഉണ്ടായിരുന്നില്ല. പഠിച്ചോനെ, അത്രയും കോടിക്കണക്കിന് രൂപൻ്റെ സ്വത്ത് മോഷ്ടിച്ചു പോയവരാണ് അവരിപ്പോൾ ഈ പുഷ്പം പോലെ ഇവിടെ നിർത്തുകയെന്ന് വെച്ചാൽ ഇതിപ്പോൾ നടക്കുന്ന കാര്യമില്ല. അവരുടെ സ്വഭാവം എപ്പോഴും മാറാൻ പറയാൻ പറ്റൂല. എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു. ഷമ്മാസിനെ കാണുന്നത് തന്നെ റാഹിലാക്ക് പേടിയാണ്. അവൾക്ക് അതെ ആ കാര്യമെങ്ങാനും പറയുമോ എന്നൊക്കെ ഓർത്തിട്ട് അവൾക്ക് പേടിയാണ്. ഉമ്മ, ഞാൻ ഇതാ മാങ്ങ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ തൊലിയെത്തിക്കാണ്ട് ആ മീനക്ക് ഇട്ടണ്ട് വെക്കാം. ഏതായാലും ഇനിയിപ്പോൾ ഏതായാലും മറ്റന്നാളല്ല നോൽമ്പേ. അപ്പം പിന്നെ 2-3 തേങ്ങ ഞാനൊന്ന് വറുത്ത് വെക്കണം വിചാരിച്ചിരുന്നു. അത് പണ്ടേ ഇവിടെ ശീലമായിരുന്നു. നോമ്പിന് ഒന്ന് തേങ്ങ ഒന്ന് പൊളിച്ച് കാണാൻ നല്ലോണം ഇങ്ങോട്ട് വറക്കും. നല്ല വലിയ ചീഞ്ചട്ടി അടുപ്പത്ത് കണ്ട് വെച്ച് കണ്ട് അതിക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കാണാൻ നല്ലോണം വറുത്താണ്ട് വെച്ചാലേ പിന്നെ ഒന്നുണ്ട് മിക്സിയിലൊന്നുണ്ട് പൊടിച്ച് വെച്ചാൽ ഇതിങ്ങനെ തുള്ളിച്ചൊന്ന് 2 സ്പൂൺ ഇട്ട് കൊടുത്താൽ നല്ല വറുത്തരച്ച ചാറിൻ്റെ ഒരു ചുവ ഉണ്ടാവും. അതിപ്പോൾ എല്ലായിടത്തും ഇല്ല. നമ്മളെ ഈ നാട്ടിലിപ്പോൾ അതൊരു തൃപ്തിയാണ്. പത്തിരിക്കൊക്കെ ആണെങ്കിൽ വറുത്തരച്ച കറി നല്ല രസമാണല്ലോ. അത് പ്രത്യേക ഒരു രസമാണ്. അത് പണ്ടേ 8ഉം 10ഉം തേങ്ങയൊക്കെ എല്ലാവരും കൂടി ഉള്ളതെന്നൊക്കെ ഒന്നായിട്ട് ഇങ്ങനെ വറുത്തരച്ച് വെക്കുകയും 8ഉം 10ഉം എന്നല്ല 10, 20ഒക്കെ ഉണ്ടാവും. കാരണം എന്നും വേണ്ടേ, എന്നും ഈ പത്തിരി തന്നെ ഇക്കാരം. നോൽമ്പിന് 30 ദിവസം പത്തിരി തന്നെ ഇക്കാരം. ഈ പത്തിരിയും അതിക്കുള്ള തേങ്ങ വറുത്തരച്ച കറിയും പിന്നെ പോരാത്തതിന് ഈ പൊരിയും കയ്പും എത്രമാത്രം പൊരിയും കാര്യങ്ങളൊന്നും പണ്ടില്ലേനു. പിന്നെ ഫ്രൂട്ട്സ് ഒന്നും കാര്യമായിട്ട് ഈ പത്തിരിയും കറിയും തന്നെയായിരുന്നു പണ്ടത്തെ കാലത്തൊക്കെ. അന്നിങ്ങനെ. ഇപ്പം പിന്നെ എല്ലാവർക്കും തരം ജ്യൂസ്,
നാരങ്ങ വെള്ളമാണെങ്കിൽ അത്, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ഇഷ്ടംപോലെ ഐറ്റംസ് പൊരി. പണ്ടത്തെ കാലത്തൊന്നും അത് ഇല്ലേനു. ഈ നോമ്പ് തുറന്ന എല്ലാവരും പത്തിരിയും ഇറച്ചിക്കറിയാണ് തിന്നൽ തന്നെയായിരുന്നു കാര്യമായിട്ട്. പിന്നെന്ന് വെച്ചാൽ തറാവീനാണ് പോയി കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വന്നുകാണ്ട് ഒരു ജീരാക്കഞ്ഞി വെക്കും. ചീരാക്കഞ്ഞി അവിടെ ഒരു ഉടുക്ക അവിടെ വെച്ചിട്ടുണ്ടാവും. അതും അങ്ങോട്ട് എല്ലാവർക്കും അവിടെ വിളമ്പി കൊടുക്കും. പിന്നെ പണ്ടത്തെ കാലത്ത് കിസ്സാന്ന് വെച്ചാൽ ഇപ്പം തന്നെ നമ്മളിപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ നേരത്തെ കാലത്ത് തന്നെ ചോറും ഇടുമല്ലോ അത്താഴത്തിനുള്ളത്. അന്നൊക്കെ 2 മണിക്കൊക്കെ നീച്ചു ഞങ്ങൾ. 2 മണിക്ക് 1 മണിക്കൊക്കെ നീച്ചതിന് ശേഷം ചോറും ഇടും. ചോറ് തീമിട്ട് അപ്പക്കപ്പം ചോറും കൂട്ടാനും ഉണ്ടാക്കി. അതും അടുപ്പത്ത്, ഗ്യാസൊന്നും ഇല്ല അന്നത്തെ കാലത്ത്. അടുപ്പത്ത് ചോറും കൂട്ടാനും ഉണ്ടാക്കി ആ ചൂടോട് കൂടി ഒരു പിടി വറ്റിങ്ങോട്ട് തിന്നും. ചോറ് കണ്ട് ഊറ്റിക്കാണ്ട് പാത്രമൊക്കെ ഇട്ട് അത്രേനു. അങ്ങനെ അതും അതിക്ക് നല്ല രസമുള്ള തേങ്ങ അരച്ച ചാറിന് പണ്ടൊക്കെ വെച്ചിൻ്റെത്. ഈ പുളിഞ്ചാറ് അതും മാങ്ങയും കുമ്പളങ്ങയും ഇട്ടുകാണ്ടും അതേപോലെ അങ്ങനെ ഓരോ പുളിങ്കറി എന്തൊക്കെ കുറച്ച് ഇറച്ചി വറ്റിയിട്ടുണ്ടെങ്കിൽ അതും അതെല്ലാം കൂടി അങ്ങനെ നല്ല ചൂടോട് ഇങ്ങനെ കൂട്ടി തിന്നുമ്പോൾ വല്ലാത്ത രസം. ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ തലേന്ന് തന്നെ വെച്ചിരിക്കണം പെൽച്ചക്കുള്ള ചോറ്. അന്നത്തെ കാലമൊക്കെ അങ്ങനെയായിരുന്നു. പെൽച്ചക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പെണ്ണുങ്ങൾ നീച്ച് ചോറും ഇട്ട് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി എല്ലാവരും നീച്ച് എല്ലാവരും ഇങ്ങനെ നല്ല രസമായിരുന്നു അന്നൊക്കെ. ഇപ്പോഴത്തെ പോലെ ഒന്നല്ല. ഇപ്പോൾ പിന്നെ എളുപ്പപ്പണിയായാലും എല്ലാതും. പിന്നെയെന്ന് വെച്ചാൽ ഇറച്ചിയൊന്നും അന്ന് കുക്കറൊന്നും ഇല്ലേനല്ലോ. ഇറച്ചിയൊക്കെ അടുപ്പത്ത് കിടന്ന് അങ്ങനെ തളിച്ച് ഇങ്ങോട്ട് വെന്ത് അതിൻ്റെ ഒരു വല്ലാത്തൊരു ചാതന്നേനു. അന്നത്തെ കാലമൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ അതൊന്നും വലിയ ഇതൊന്നും ഇല്ല. അതേപോലെ തേങ്ങ വറുത്തരക്കലും ആർക്കും ഇപ്പോൾ വറുത്തരച്ച കറിയൊന്നും വല്ലാതെ പറ്റൂല. എന്നാലും എനിക്കൊരു തുള്ളി വേണം, എനിക്കൊരു തൃപ്തിയാണ് അത്. ഏതായാലും പിന്നെ റായില അനക്ക് കുട്ടിയെ നേരം ബഗണ്ടിച്ച് പൊയ്ക്കോ. ഇപ്പം 3 മണി നേരമായില്ലേ, മോന്തി ആയി തുടങ്ങിയേക്കണ്. ഇനിയിപ്പോൾ നേരം ഇവിടെ നിന്നുകാണ്ട് വണ്ടിയെ കിട്ടൂല. കുട്ടി അങ്ങോട്ട് പേരിക്ക് പൊയ്ക്കോളി കേട്ടാ. റാഹിൽ അത് പറഞ്ഞപ്പോൾ അവിടെ തന്നെ ഉമ്മ ഞാൻ തേങ്ങ പൊളിച്ചു തരാം. അല്ലേ ആ ഷാമോൻ പൊളിച്ചോരേ. ഷാമോനെ മാല ഊട്ടി ഇവിടെ 2-3 തേങ്ങ ഒഴിച്ചാണേ. ഉമ്മ അതൊക്കെ ഇനിയിപ്പോൾ വേണോ? ഇപ്പോൾ ആരമ്മ തേങ്ങരച്ച കറി ഇറച്ചിക്കറിന്ന് വെച്ചാൽ പോരെ. ശരിയാണ് മോൻ, എന്നാലും ഇവിടെ പത്തിരിക്കൊരു രസമാണല്ലോ വറുത്തരച്ച കറി എന്ന് വെച്ചാൽ. ഉമ്മ ഞാൻ പൊളിച്ചോളാം. അതെ സ്നേഹത്തോടെ റാഹിൽ അവിടെ വന്നത് പറയുന്നു. മാണ്ടുട്ടിയെ കുട്ടിക്ക് നേരം വെക്കും. ഇനിയിപ്പോൾ നേരം വയ്ക്കാണ്ട് വെറുതെ ഇതാക്കണ്ട. സത്യം പറഞ്ഞ ഷമ്മാസിന് എന്തൊക്കെയോ അത്ഭുതം തോന്നിയിട്ടുണ്ട്. റബ്ബെ എന്തോ കാര്യമായിട്ട് നല്ല പേടിയിൽ പെട്ടക്കണ്. സംഭവം മറ്റേ ജഡ്ജി കൂടെയില്ല, മറ്റോ ഉണ്ടെങ്കിലാണ് വലിയത്. അന്ന് ക്യാമറയിൽ കണ്ടതും മറ്റോളത്തിനാണ് കൂടുതലായിട്ട്. ആ 10,000 തുറന്നു നോക്കിയൊക്കെ ഞാൻ കണ്ടതാണ്. അത് ശരിക്കും എൻ്റെ അടുത്ത് ഉണ്ട്, പക്ഷെ ഒന്നും കളവ് പോയിട്ടൊന്നുമില്ല. ഷമ്മാസിനും ശരിക്കും അത്ഭുതം തോന്നുകയാണ്. ഈ റാഹിൽ ശരിക്ക് ഇതിപ്പോൾ അഭിനയിക്കുകയാണോ അതോ എന്താ പഠിച്ചോനെ അറിയുന്നില്ലൊന്നോ. അഭിനയമാണോ അതോ ചതിക്കുകയാണോ അതോ ശരിക്കാണോ ഒന്നും അറിയുന്നില്ലല്ലോ റബ്ബേ. എന്നാൽ ആ ദിവസം റാഹില പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് പോകാൻ വേണ്ടി കൂട്ടക്കൊന്നില്ലായിരുന്നു. അവൾ പറയുകയാണ് ഷമ്മാസ് തേങ്ങ പൊളിച്ചു കൊടുത്തപ്പോൾ ഉമ്മ ഞാൻ ചെലവിക്കോളാം എന്നൊക്കെ. കുട്ടിയെ ഇത് പോവുകയാണെങ്കിൽ നേരെ ഇരുട്ടായി തുടങ്ങിയിരിക്കണ്. ഇപ്പാണ്ട് പോയിക്കോ. പിന്നെ നേരം മുച്ചന്തി മോന്തിക്കാനെ പോകാൻ നിൽക്കണ്ട. ഇപ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഒരു തരി മിനുങ്ങിനും വേണ്ടി മനുഷ്യന്മാരെ കൊല്ലണ കാലമാണ് ഇപ്പോൾ. അതായത് അത്രയും വിലല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു മുക്ക് വണ്ടിട്ടാലും മതി സ്വർണ്ണാന്ന് കരുതിക്കാണ്ടേ. അപ്പോൾ വായിച്ചീനല്ലോ ഒരു പെണ്ണിൻ്റെ മാല പൊട്ടിച്ച് മണ്ടിക്കണ് കള്ളന്. ഒരു ട്രെയിനിൽ നിന്ന് ചാടിക്കണം അപ്പുറത്തേക്ക്. പിന്നെയാണ് അറിഞ്ഞത് മുക്ക് വണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പെണ്ണിനും പരിക്ക് പറ്റി, ഈ ചെക്കനും പരിക്ക് പറ്റി. അപ്പോൾ ചെറിയൊരു മിനുങ്ങിനും വേണ്ടിയേ കൊല്ലാനും മടിക്കാത്ത കാലാണ്. കണ്ടില്ലേ ഓരോ വയസ്സന്മാരൊക്കെ കാട്ടുകണ്ടിക്കണില്ലേ. അപ്പം പറ്റിയിട്ടാണ് മുമ്പ് വേഗം പൊയ്ക്കോ, അതാ നല്ലത്. എന്നാൽ റാഹില കണ്ണീരൊഴുക്കുകയായിരുന്നു. ഉമ്മ എന്താ? ഞാൻ ഇന്ന് അങ്ങോട്ട് പോണേ. അതെന്താ? പഠിച്ചോനെ എൻ്റെ ആങ്ങളി എൻ്റെ ഏട്ടത്തിക്കണ് തിരഞ്ഞു തരും. ഇനിയിപ്പോൾ അതിമൊരു ഗുൽമാലുണ്ടാക്കാനാവില്ല. അവിടെ പോയിക്കോ. ഐഷമ്മ പറയുകയാണ് കുട്ടിയെ ഇത് നല്ല മട്ടത്തിനാണ് എനിക്ക് നിൽക്കുക. ഇതെൻ്റെ പെരക്കാരേ പറ്റൂല. വേഗം പോയിക്കോ ഇവിടുന്ന്. ഒന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് എന്താ ചെയ്യാൻ വേണ്ടത് തരാം. പറ്റിയിട്ടാണിന് മുമ്പ് ഇജ്ജ് പോയിക്കോ. ഐഷമ്മക്ക് പേടിയായിരുന്നു. കാരണം ഒന്നും ഉണ്ടായിട്ടില്ല, അനക്കെന്നെ തല്ല് കിട്ടുക. എൻ്റെ മുഖത്തും കൈമലൊക്കെ ഇപ്പോൾ എന്താ അത് ഇജ്ജ് പറഞ്ഞ് കുത്തിമറിഞ്ഞ് വീണാണെന്ന്. അതിപ്പോൾ കുത്തിമറിഞ്ഞ് വികലാവൂല. എന്തൊക്കെയാ പറ്റിയിക്കണ്. തൽക്കാലം കുട്ടി വേഗം പൊയ്ക്കോ എന്നാ എന്ന് പറഞ്ഞുകൊണ്ട് ഐഷും അകത്തേക്ക് പോയി അലമാര തുറക്കുകയാണ്. അത് നോമ്പൊക്കെ അല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കോ എന്ന് കരുതിയിട്ട് കുറച്ച് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കിട്ടോ, ഞാൻ അപ്പം വരാം. അല്ലാഹ് പഠിച്ചോനെ. നേരെ അത് ഐഷുമ്മ റൂമിലേക്ക് പോവുകയാണ്.
ആ കുറച്ചെന്താണ്ടേ കുറച്ച് പറയാൻ പറ്റൂല, ഓരോരുത്തരൊക്കെ നോമ്പൊക്കെയാണ്. അപ്പോൾ പിന്നെ പൈസ ഒന്നും ഇല്ലാഞ്ഞാൽ കഴിയൂലല്ലോ. നല്ല മട്ടത്തിന് നോമ്പ് തുറക്കണ്ടേ. നമ്മൾ നല്ല മട്ടത്തിന് തുറക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ അതേപോലെ ആവില്ലല്ലോ. എന്നാൽ പിന്നാലെ ഷമ്മാസ്, ഉമ്മ എന്താ, അല്ലേ ഓൾക്ക് കുറച്ച് പൈസ എടുത്ത് കൊടുക്കട്ടെ. ഉമ്മ ഒന്നും വേണ്ട, ഞാൻ കൊടുത്തോളാം കുറച്ച് പൈസ. അല്ല മോനെ, ഞാൻ കുറച്ച് കൊടുക്കാം. എന്നാൽ പൈസയുമായി ആയുഷമ്മ വന്നു അവളുടെ കൈകളിൽ കൊടുത്തു. എന്നാ കുട്ടിയെ പൊയ്ക്കൊന്നാൽ, ഇനി നേരെ പറ്റിയിരിട്ടാണ്. ഇപ്പം തന്നെ മൂന്തിയായി മരുഭാഗം കൊടുത്തിക്കണ്. ഇനി ഇപ്പോൾ പറ്റിയിരിട്ടായി കിട്ടിയാലേ അന്നെ വെച്ചക്കൂലെ പോയിക്കോ. ഉമ്മ ഞാൻ പോണില്ല എൻ്റെ വീട്ടിക്ക്. അതെന്താ? എന്നെ ആങ്ങളെ തല്ലും. അപ്പം ഇജ്ജല്ല കുട്ടിയെ പറഞ്ഞത് വീണാണെന്നൊക്കെ. ഇപ്പം എന്തായി? ഞാൻ പോണില്ല, ഞാൻ ഇവിടെ നിന്നോളാം. ഇവിടെ എവിടെയെങ്കിലും ഒരു ചായ്പിൽ ഞാൻ കിടന്നോളാം. അതെ, ഇവിടെ എവിടെയെങ്കിലും പുറത്ത് വർക്കേരിൻ്റെ ഒരു മൂലക്കിൽ ഒരു ചാക്കിലെങ്കിലും ഞാൻ കിടന്നോളാം. ശരിക്കും ആവശ്യമോ ഞെട്ടി. എന്താ കുട്ടീജി പറയണത്? എനിക്ക് പെരല്ലേ, ആങ്ങളുണ്ട്, ഏട്ടത്തിണ്ട്, ഇമ്മണ്ട്, എല്ലാവരും ഉണ്ട്. ഇങ്ങോട്ടും ഇപ്പം എന്താ ഇജി ഈ ഒരു കോലത്തിൽ ഇവിടെ വന്ന് നിൽക്കണം? ഒന്നും ഉണ്ടായിട്ടില്ല. ഓല് സമ്മതിച്ചൂല. ഇവിടെ നിൽക്കണേന് ആവശ്യമാർക്ക് ഒരു കുഴപ്പമില്ല. ആര് വന്നാലും എല്ലാവർക്കും ഞാൻ റൂമും കട്ടിലും കിടക്കി അടക്കം കൊടുക്കും. അത് ഇവിടെ ഉണ്ടേനു. പക്ഷേ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചു എന്നൊക്കെ ഓല് കരുതും. പിന്നെ വെറുതെ പ്രശ്നം ഉണ്ടാകുന്ന നിൽക്കണ്ട. ഓനെനിക്ക് നന്നായിട്ടറിയാം. കാരണം അവിടെ വന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഞാൻ ഓനെ ആട്ടി വിട്ടാണെന്ന്. അന്ന് സെമീറാനെ കൊണ്ടുപോകാൻ എന്തൊക്കെയോ ഓളെ വിളിച്ചറിഞ്ഞ് അനാവശ്യം വിളിച്ചറിഞ്ഞ് വന്നീനും. ഞാൻ ആട്ടി വിട്ടുകൊണ്ട് കടക്കരുതെന്ന് പറഞ്ഞിരിക്കണ് ഓനോട് ഞാൻ. ഇനിയും ഇങ്ങോട്ട് വരുത്തണ്ടോ തന്നെ. ഇനി വല്ലാണ്ട് പൊയ്ക്കോ, ഒരു ഓട്ടോറിക്ഷയും വിളിച്ചതിനുള്ള പൈസ ഒക്കെ ഞാൻ തരാം. എന്നാ ഇത് പിടിച്ചോ. വേണ്ട, എനിക്കതൊന്നും വേണ്ട, ഞാനിവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം. എന്നാൽ ഷമ്മാസിന് അത് ഭയം തോന്നി. ഇത് ഡേഞ്ചറാണല്ലോ, പറയാൻ പറ്റില്ല, ഇവരൊറ്റൊന്നിനും വിശ്വസിക്കാൻ പറ്റില്ല. എന്നോട് ഇതേ രീതിയിലായിരുന്നു ഇവർ ചോദിച്ചത്. ഇതേ രീതിയിൽ എന്തെങ്കിലും പാവങ്ങളാണ്, ഞങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതായിരുന്നു. ഷമ്മാസിന് ശരിക്കും കണ്ട് വിശ്വാസം വരുന്നില്ല. ഉമ്മയാണെങ്കിൽ ഓളെ നല്ല രീതിയിൽ മോളെ പോലെ തന്നെ പാലും തേനും കൊടുത്ത് വളർത്തുന്ന പോലെയാണ് സംസാരം. എന്നാൽ മോളെ റായില, എൻ്റെ താത്താനെ വിളിച്ചാളാ, ഇനി പൊറ്റക്ക് പോണ്ട നേരം. ഷാമോനെ, പഠിച്ചോനെ, ഉമ്മ പണി ഉണ്ടാക്കണ്ടോ റബ്ബേ, ഇനി എന്നോടെങ്ങാനും കൊണ്ടുവരാൻ. ഉമ്മ ഞാനിപ്പോൾ വരട്ടോ. അല്ല ഷാമോനെ, ഉമ്മാൻ്റെ കുട്ടി ഉമ്മ. എന്നാൽ ഷമ്മാസിന് ഭയമായിരുന്നു. റബ്ബേ, അവരുടെ കൂടെ എങ്ങാനും യാത്ര ചെയ്യുക അല്ലെങ്കിൽ അവരെ കൊണ്ടേ കൊടുക്കുക ചെയ്താൽ ഇല്ലാത്തതൊക്കെ അവർ പറഞ്ഞുണ്ടാക്കും. പഠിച്ചോനെ, ഈ ഉമ്മക്ക് എന്തിൻ്റെ കേടാ റബ്ബേ. മോനെ, ഉമ്മാൻ്റെ കുട്ടി. എൻ്റെ ഉമ്മ വേണ്ട, എന്തിനാണമ്മ വെറുതെ ആവശ്യമില്ലാത്തിന് നമ്മളതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കരുതുമ്മ. ശരിയാണ്, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആളുകൾക്ക് തെറ്റിദ്ധരിക്കാൻ ഒരു കാരണമാകരുത്. പ്രത്യേകിച്ച് അവരെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഉമ്മ. പ്ലീസ് ഉമ്മ, ദയവായി ഉമ്മ പ്ലീസ് എന്നെ ഇന്ന് വെറുതെ വിട്ടാളേ. ഓലെ വിളിച്ചോട്ടെ, ആങ്ങളൊക്കെ ഉണ്ടല്ലോ, ആങ്ങളുണ്ട്, ഏട്ടത്തിൻ്റെ വിളിച്ചോട്ടെ. എന്നാൽ ഷമ്മാസ് അതിൽ നിന്ന് പതുക്കെ ഒഴിഞ്ഞു മാറുമ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, നമ്മളെ കുട്ടിയൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെങ്കിലോ ഉമ്മ കരുതി കൂട്ടി പോകാമെന്നല്ലേ. അവിടെ നിന്നോട്ടെ, അല്ല അപ്പോൾ എന്താ ചെയ്യണ്, ആരെയും വന്നോളും കൊണ്ടുപോകാൻ. ഷമ്മാസ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെയ്തത്. ഇത് ഓരോ വണ്ടിയും വലിയും വന്നിട്ട് കയറും. ഇതിപ്പോൾ ആകെപ്പാടെ ടെൻഷനാണ് മനുഷ്യന്. ഇന്നിപ്പോൾ ഏത് സമയവും ക്യാമറ നോക്കി നിൽക്കലും ഇതൊക്കെ നടക്കുള്ളൂ. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് നാം ഇവിടെ നിൽക്കുന്നത്? ഇനി വേറെ ആരുടെയും വരാൻ പറഞ്ഞിരിക്കണോ? ആർക്കറിയാം, ഒരു ഗ്യാങ് തന്നെ ഉണ്ടാവും ഒരു പക്ഷേ. ഒരാൾ ഇവിടെ വന്ന് കണ്ടുപിടിച്ചൊക്കെ പോവും, മറ്റേ വഴി കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം. എൻ്റെ റബ്ബേ, ആലോചിച്ചുകൂടാ. ഷമ്മാസിന് സമാധാനം ഇല്ലായിരുന്നു. അല്ല മോനെ, ഉമ്മാൻ്റെ കുട്ടിയെ കിറ്റ് മുഴുവൻ കൊടുത്തില്ലേ? ഉമ്മ അതൊക്കെ കൊടുത്ത് ക്യാഷോ? അതിൽ ഒരു കിറ്റ് എടുത്ത് ഓളെ കയ്യിൽ കൊടുത്താളി. അത് ഞാൻ കൊടുത്തിട്ടില്ല ഓൾക്ക് അങ്ങോട്ട്. അവിടെ ബാക്കി ഉണ്ടായിരുന്നില്ല ആ ഒരു കിറ്റ്, അത് 2 എടുത്താണ് കൊടുത്താളി. ഉമ്മ അതൊക്കെ എനിക്ക് വയ്യമ്മ, ഞാനിതിന് നിൽക്കണില്ല. എന്നാൽ ഈ സമയം അതാ നുസൈബ പറഞ്ഞു, ഇക്ക ഒന്നാക്കി കൊടുത്താളി അവരെ, അതിനിപ്പോൾ എന്താ. അതെ, തൽക്കാലം ഞാൻ ഇവിടുന്ന് പോവാണ്, എനിക്ക് വയ്യ അതൊന്നും തലയിൽ വെക്കാൻ. കാരണം ഇതൊക്കെ ഇവരൊക്കെ തീക്കള്ളിയാണ്, തൊട്ടാലേ അത് വലിയ അപകടമായിരിക്കും. ഇത് റബ്ബേ, അതിനൊന്നും നിൽക്കാതിരിക്കാൻ നല്ലത്. ഷമ്മാസ് ഉമ്മ പറഞ്ഞതും നുസൈബ പറഞ്ഞതും കേൾക്കാൻ ഷമ്മാസിന് തയ്യാറല്ലായിരുന്നു. അവന് ഭയമായിരുന്നു. അത്രക്കും നീചനമായ പ്രവൃത്തിയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ സ്വർണം കൊണ്ടുപോകലും ജ്വല്ലറി കൊണ്ടുപോയി വിൽക്കലും അവിടുന്ന് ഞാൻ പൈസ കൊടുത്ത് അത് 10 പവൻ്റെ സ്വർണം വാങ്ങലും എന്തൊക്കെയായിരുന്നു റബ്ബേ, ആലോചിച്ചുകൂടാ ഒന്നും.
അന്ന് മനസ്സിനുള്ള തീയായിരുന്നു. ഉംറ കഴിഞ്ഞ് വരുമ്പോഴതിന് ആ ഒരു ഗോൾഡ് ഇവിടെ എത്തിയിരുന്നെങ്കിൽ എന്ന് വരെ വിചാരിച്ചു. എന്നാലും ഭാഗ്യമുണ്ട്, ഭാഗ്യത്തിന് സമീറത്തെയാണ് എന്നെ രക്ഷിച്ചത്. സമീറത്തെ കൊണ്ടുവന്നത് അതുപോലെ അങ്ങ് വെച്ചു. ഓ അള്ളാഹു കാത്തു, അല്ലെങ്കിൽ എന്തായി തീരും റബ്ബേ, വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. ഷമ്മാസ് റാഹിലെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഉമ്മയോട് പറ, ഉമ്മ ഒന്നും വേണ്ട, അപകടമാണ്. നമ്മൾ കട്ടുറുമ്പിനെ പിടിച്ച് മെത്തയിൽ കെടുത്തിയാൽ എങ്ങനെ, നമുക്ക് അനുഭവം ഉണ്ടല്ലോ ഉമ്മ, അനുഭവം ഉണ്ടല്ലോ, അതുപോലെ കായി തീരുമ്മ, ദയവായി അങ്ങോട്ട് പോയിക്കോട്ടെ. എന്നാൽ ഐഷമ്മയുടെ മനസ്സലിയുകയായിരുന്നു. പാവം പെണ്ണ് അടി കിട്ടുമെന്ന് പേടിച്ചിവിടെ നിൽക്കുകയാണ്. റായില, എന്നാൽ ഉമ്മാൻ്റെ കുട്ടി നിങ്ങളുടെ ഔത്തൊക്കെ പോരി, അവിടെ പുറത്തൊന്നും നിൽക്കണ്ട. വേണ്ട ഞാൻ ഇവിടെ ഈ വർക്ക് ഏരിയയിൽ ഇവിടെ ബെഞ്ചുണ്ടല്ലോ, ഇവിടെ കിടന്നോളാം. അവിടെ ഒന്നും വേണ്ട. അല്ല ഇവിടെ ഫുള്ള് ഗിൽസല്ല, ആരും വരൂരല്ലേ, വന്നിട്ടല്ലേ രാത്രി എന്തെങ്കിലും കണ്ട് പേടിച്ചാലേ അതുമായി. ഇവിടെ റൂമുണ്ട്, ഇങ്ങോട്ട് പോര് ജി, ഇവിടെ ഇങ്ങോട്ട് പോര്. അല്ലാതെ ഇപ്പോൾ ഇജ് പോണേറ്റില്ലേനും ഈ നട്ടപ്പാതിരാക്കിപ്പോൾ അന്നെ അങ്ങോട്ട് ഒറ്റക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ? എന്നാലും എൻ്റെ ആങ്ങളി ഏട്ടത്തെ ആരും വിളിച്ചതും ഇല്ലല്ലോ. ഉമ്മ ഓനൊന്നും വിളിക്കൂല, ഞാൻ സങ്കടത്തോടെ ഇറങ്ങിപ്പോന്നാണ്, ഞാൻ ഇങ്ങോട്ട് വരൂല എന്നാണ് പോന്നാണ്. അത് ശരി, വെറുതെ അല്ല, ഇതെന്നാ നേരത്തെ തന്നെ പറഞ്ഞൂടെ കുട്ടിയെ. ഞാനിപ്പോൾ അങ്ങനെ ആരും ഇറക്കി വിടൂല. നമ്മളെ മുമ്പ് കാരൊക്കെ കൈ നീട്ടി വന്നാൽ ഓനെ ഞാൻ സ്വീകരിച്ചിട്ടേ ഉള്ളൂ ഇതുവരെയായിട്ട്. ഒരാൾ ഞാൻ പുറത്തേക്ക് പറഞ്ഞയച്ചിട്ടില്ല. ഏതായാലും അല്ലാ, എന്നാൽ ഇവിടെ നിന്നോ, ഇനിയിപ്പോൾ റൂം ഞാൻ തരാം. ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, കെടുക്കാനൊക്കെ ഉള്ളത്. അവിടെയാണ് കിടന്നൂട്, അല്ലാതെ ഇപ്പം എന്താ. ഇനിയിപ്പോൾ പേടിച്ചുകൊണ്ട് പോകണ്ടല്ലോ. ഷാമോനെ, എന്തോമ്മ പോയോ? ഓള് പെരിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നാണല്ലോ. പെരിയിൽ നിൽക്കാൻ സുഖമില്ലായിട്ട് ഇറങ്ങിപ്പോന്നതാണെന്ന്. പെരിയിലേ നിൽക്കാൻ പെരക്കാർ ആങ്ങളൊക്കെ കാട്ടുകയാണല്ലോ. അപ്പോൾ പിന്നെ എന്താ കാട്ടുക? എൻ്റെ ഉമ്മ, ഇതൊക്കെ ഒന്നും അപകടമാണമ്മ, എനിക്ക് പേടിയാണമ്മ. എന്താ ഷാമോൻ എനിക്ക് ഇത്ര പേടി? എനിക്കെന്താ ഇത്ര പേടി? എന്നാൽ ഷമ്മാസിനുണ്ടായ അനുഭവമൊന്നും ഉമ്മ അറിഞ്ഞിട്ടില്ല, ഉമ്മാക്ക് അറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ അല്ലുമ്മ, അവരൊക്കെ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പിടിച്ചു വെച്ചെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്ത് അതുമായി. എന്നാൽ ഐഷുമ്മാക്ക് വേദനയായിരുന്നു. പഠിച്ചവനെ, നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനത്തെ സ്ഥിതിഗതികൾ വരികയാണെങ്കിൽ നമ്മളിങ്ങനെ വിടുമോ? ഏതായാലും നോമ്പുന്തലൊക്കെ ആയിട്ടേ അങ്ങനെ ഒരാളെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. നമ്മളെ പെരിയിൽ നിൽക്കാൻ വന്നിട്ട് ഇവിടെ നിന്നോട്ടെ, അതിനിപ്പോൾ എന്താ, നമ്മൾ ഏതായാലും വെച്ചുണ്ടാക്കും. അതിന് ഒരു ഉൾക്കാണ്ട് കൊടുത്താൽ പോരെ. പഠിച്ചോനെ, ഷമ്മാസിനാകെ ടെൻഷനാവുകയാണ് ചെയ്തത്. റബ്ബേ അല്ലാ, നീ കാത്തുരക്ഷിക്ക്. എന്നാൽ ഈ സമയം അതാ സൗദ എങ്ങനെയൊക്കെയോ ഒരു കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിൻ ചോദിച്ച് നടന്ന് അവസാനം ഒരു ട്രെയിൻ കിട്ടുകയാണ്. എന്നാൽ കാല് വെക്കാൻ സ്ഥലമില്ലാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു അതിൽ. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ട്രെയിൻ, നല്ല തിരക്ക്. ഡോറിൽ തൂങ്ങിപ്പോകുന്ന രീതിയിൽ. അവൾക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നാൽ തൊട്ടപ്പുറത്തുള്ള ഒരു ചേച്ചി പറഞ്ഞു, കോയമ്പത്തൂർക്ക് ഇനി പിന്നെയാണുള്ളത്, ഇനി 3 മണിക്കൂർ കാത്തിക്കണം, എപ്പോഴും ഈ തിരക്കുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അവിടെ മെയിൻ സ്റ്റേഷനിൽ പോയി കയറണം. അതിപ്പോൾ കയറി വരുന്ന സ്റ്റേഷനായിട്ടേ എന്തായാലും അറിഞ്ഞേ വരുള്ളൂ. ഇതിലെങ്ങ് കയറാൻ നോക്കുക, അല്ലാതെ ഇപ്പോൾ ഇതിങ്ങനെ ഇവിടെ നിർത്തം തന്നെ ബാക്കി ഉണ്ടാവുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അത് എങ്ങനെയൊക്കെയോ അവൾ ആ ഒരു ട്രെയിനിലേക്ക് കയറി പറ്റുകയാണ്. കയറുന്നതിനിടയിൽ അവളുടെ ഒരു ചെരുപ്പ് താഴേക്ക് വീഴുകയും ചെയ്തു. എൻ്റെ ചെരുപ്പ്. എന്നാൽ അപ്പോഴേക്കും ട്രെയിന് നീങ്ങി തുടങ്ങിയിരുന്നു. അല്ലാ, സാരല്ല, ഒരു ചെരുപ്പുണ്ടല്ലോ കാലിൽ, അതന്നെ വലിയ ഭാഗ്യം. എന്നാൽ കാല് വെക്കാൻ സ്ഥലമില്ലായിരുന്നു എന്ന് മാത്രമല്ല, അവളുടെ ബാഗ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു പോകുന്ന രീതിയിൽ, ശരിക്കും ശ്വാസം മുട്ടി നിൽക്കുന്ന രീതിയിൽ ആ ഡോറിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഏതു സമയവും തെന്നി വീഴും എന്നുള്ള ഒരു ഭയവും അവൾക്കുണ്ടായിരുന്നു. ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് അവൾ ആ ട്രെയിൻ യാത്ര തുടർന്നു. ഒരു നിമിഷം അവൾ വിചാരിച്ചു, അതെ, നാളെയാണല്ലോ നോമ്പിൻ്റെ ദിവസം, അതെ, പരിശുദ്ധമാക്കപ്പെട്ട നോമ്പിൻ്റെ. എന്നാൽ ഒരു ദിവസം പോലും സന്തോഷത്തോടു കൂടി എനിക്ക് പുത്തൻവീട് തറവാട്ടിലൊന്നും നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതെ, എൻ്റെ മോശം പ്രവൃത്തി കൊണ്ട് തന്നെ. അവൾ ആ ട്രെയിനിൻ്റെ തിരക്കിനിടയിൽ അവൾ അത് ആലോചിച്ചു. അങ്ങനെ അതാ കോയമ്പത്തൂരിലേക്കുള്ള യാത്ര. പല ആളുകളും ട്രെയിനിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നു. അതിൽ ഒരുപാട് ബംഗാളികളും അണ്ണന്മാരും മലയാളികളും പല ജാതികളും, പല പല സ്മെല്ലുകൾ, ഹാൻസിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ മണം, അതുപോലെ പുകവലി. ബാത്റൂമിൽ നിന്നിങ്ങനെ പുക ഉയർന്ന് പുറത്തേക്ക് വരികയാണ്. പല രീതിയിലുള്ള ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ എല്ലാവരും കൂടെ. അത് സൗദ എന്നുള്ള പെണ്ണിനെ അവിടെ കണ്ടപ്പോൾ അവളുടെ അടുത്തേക്കായി നീങ്ങി തിങ്ങി നിൽക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് എല്ലാവരും. അവൾക്ക് ഭയം തോന്നി.
അവൾ സത്താറിനെ ഓർത്തു. അതെ, ആ സിഗരറ്റിൻ്റെ സ്മെല്ല്, ആ ഒരു എന്തൊക്കെയോ ഒരു സ്മെല്ല് വരുമ്പോൾ സത്താറിനെ അവൾക്ക് ഭയം തോന്നി. ഓ, അയാളെങ്ങാനും ഇതിനകത്തുണ്ടോ എന്നുള്ളൊരു ഭയം അവൾക്കുണ്ടായി. സൗദ ഉപ്പയുടെ അരികിലേക്ക് എത്തുമോ? അവൾക്ക് വഴി അറിയുമോ? ഫോണുമില്ല, ക്യാഷുമില്ല. അങ്ങനെയൊരു അവസ്ഥയിൽ ടിക്കറ്റ് പോലും എടുക്കാതെയാണ് അവൾ ട്രെയിനിൽ കയറിയിരിക്കുന്നത്. ഇനിയൊരു പക്ഷേ TTR എങ്ങാനും വന്ന് ചെക്ക് ചെയ്താൽ അതെ, കയ്യിൽ ടിക്കറ്റ് ഇല്ല, പകുതി വഴിയിൽ ഇറക്കി വിടും, അല്ലെങ്കിൽ ഫൈൻ അടക്കേണ്ടി വരും. അതിനും എൻ്റെ അടുത്ത് ഒന്നുമില്ല. അവൾ രണ്ടും കൽപ്പിച്ച് അതാ ആ തിക്കിൻ്റെയും തിരക്കിൻ്റെയും ഇടയിൽ ആ ട്രെയിനിൽ നിൽക്കുകയാണ്. പലരുടെയും നോട്ടങ്ങൾ, പലരുടെയും കൈകൾ, പലരുടെ ശരീരങ്ങൾ അവളുടെ അടുത്തേക്ക് നീങ്ങി വരുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. പഠിച്ചോനെ നീ കാക്കല്ല. അവൾ ഹൃദയം പൊട്ടി കണ്ണീരോടെ ദുആ ചെയ്തു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. പ്രിയപ്പെട്ടവരെ, മറ്റന്നാളാണല്ലേ നോമ്പ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കഥ കേൾക്കാൻ താല്പര്യമില്ലാത്ത ഉള്ളവർ കേൾക്കണ്ടട്ടെ, ഒരിക്കലും നിർബന്ധിക്കല്ല. ഈ റമദാൻ മാസം നമ്മൾ മാക്സിമം ഇബാദത്തൊക്കെ ചെയ്യുക. എങ്കിലും ഞാൻ പറ്റുന്ന ടൈമിന് ഞാൻ രാത്രിയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ വിടാം. പക്ഷേ നിങ്ങൾക്ക് നേരെ ഉണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നോമ്പൊക്കെ നോൽക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമുക്ക് പടച്ച റബ്ബ് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ നല്ല രീതിയിൽ നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യം അല്ലാഹു നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ മാക്സിമം ചെറിയ കുട്ടികളൊക്കെ നോമ്പ് നോൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഉച്ചവരെയെങ്കിലും നോറ്റാലൊരു സന്തോഷമാണല്ലോ നമുക്ക്, ചെറിയ മക്കളൊക്കെ ആകുമ്പോഴേ. പിന്നെ ഇൻഷാ അല്ലാ എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് മറ്റന്നാളാണല്ലോ, നാളെ അറബ് നാട്ടിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.